നമസ്കാരം. 1200 ധനുമാസം 4-ാം തീയതിയാണിന്ന്. ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വളരെയേറെ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് രാജയോഗത്താൽ അതിസമ്പന്ന യോഗങ്ങളും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയത്തൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായി വളരെയേറെ അനുകൂലമായിട്ട് കാണപ്പെടുന്ന സമയമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ധനപരമായിട്ടുള്ള ഉയർച്ചകളും സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ വന്നു ചേരുന്നതായിരിക്കും. എന്തു തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും സർവേശ്വരൻ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ ഈ പൂജയിലൂടെ ഈശ്വര സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ കഴിയുന്നതാണ്. എന്തുതന്നെയാലും ഭാഗ്യം കൊണ്ട് അതിസമ്പന്ന യോഗത്തിലേക്ക് കുതിച്ചുയരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇവർക്ക് കടന്നു വരുന്നത്. ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. പുതിയ വഴികൾ തുറന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയും സാമ്പത്തിക ഉന്നതിയോടു കൂടിയുമുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി ഉയർത്തുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈശ്വരൻ്റെ ചൈതന്യത്താൽ ഇവർക്ക് കഴിയുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ധനപരമായിട്ടുള്ള ഉയർച്ചകളും ധനാഭിവൃദ്ധികളും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയും സാമ്പത്തിക സുരക്ഷിതത്വത്തോടു കൂടിയുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾ വ്യാപാര രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വിഷമതകളും സങ്കടങ്ങളും വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് ആധിപത്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ധാരാളം പണം സമ്പാദിക്കുവാൻ ആയില്യം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ജോലിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഊരിത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾക്ക് ഈ സമയങ്ങളുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഉറപ്പായും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ കുടുംബദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി മാത്രമേ നമുക്കത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബദേവീ ദേവന്മാരുടെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തി ഈശ്വര പ്രീതികരമായിട്ട് നടത്തുക. ഉറപ്പായും നിങ്ങൾക്ക് ഈശ്വരൻ്റെ പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെല്ലാം മാറി നിങ്ങൾക്ക് ധനവാനായി തീരുവാനും ധനാഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യങ്ങൾ നിലവിൽ തുറന്നു കിട്ടുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ളവർക്ക് ഗവൺമെൻറ് സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുന്ന സമയമാണ്.
നിങ്ങൾ കൊതിച്ച ജോലി നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും. നിങ്ങളെ അപമാനിച്ചവരുടെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ തല ഉയർത്തി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് സർവാധിപത്യത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളും വിട്ടൊഴിയുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും. നല്ല ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് സമാധാനപൂർവ്വമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് പുറകെ നിങ്ങൾ ഉറപ്പായും സഞ്ചരിക്കുക. ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തി കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക. ഉറപ്പായും നിങ്ങൾക്ക് സർവാധിപത്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വലിയ തോതിലുള്ള ധനങ്ങളൊക്കെ ആർജിച്ച് സർവാധിപത്യത്തോടു കൂടി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങളും സമ്പൂർണ്ണ കാര്യവിജയങ്ങളൊക്കെ ഉണ്ടായി കിട്ടുന്നതായിരിക്കും. ഉറപ്പായും എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടി ഒരു ധനാഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കിട്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം ജാതകർ മൂലം നക്ഷത്ര ജാതകരാണ്. മൂലം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതായത് ധനുമാസത്തിൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യങ്ങളും വളരെ സൗഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമൊക്കെയാണ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അതുകൊണ്ട് മനസ്സിരുത്തി നിങ്ങൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം നിങ്ങൾ 101 തവണ ജപിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തകർക്കുവാൻ വേണ്ടി ആരെങ്കിലും കൂടുപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മനസ്സൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ പ്രാപിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചെയ്ത്തുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബന്ധനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വലിയ ശത്രു ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ദിവസവും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് 101 തവണ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ തോതിൽ ഉയർച്ചയിലേക്കും സർവ്വ ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും. ഇങ്ങനെ ഈ ഓം നമഃ ശിവായ മന്ത്രം ഉരുവിടുമ്പോൾ ഓം എന്ന പദം നമ്മളുടെ ചുറ്റും സഞ്ചരിക്കുകയും നമ്മളിലേക്ക് യാതൊരു വിധമായ ദുഷ്ടശക്തികളും അടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഓം നമഃ ശിവായ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് നേടിയെടുത്ത് സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ സഹായകരമാവുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.